ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ഫ്ലവർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗവും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോം ഷീറ്റാണ് വേണ്ടത്. ഞാനിവിടെ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതേ സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നീളത്തിൽ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ നീളത്തിൽ അത്രയും ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ അളവല്ല കേട്ടോ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ സ്കെയിലിനേക്കാളും കുറച്ചുകൂടെ തിന്നായിട്ട് ആണ് ഞാൻ ഇതിൻ്റെ അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ വലിപ്പം തൊക്കട്ടെ. അപ്പോൾ അതും കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. അങ്ങനെ ഇത് ഞാൻ 4 പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ നീളത്തിൽ ആ ഒരു ഫോം ഷീറ്റിൻ്റെ നീളമാണ് ഇത്. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു പീസ് മതി. അപ്പോൾ 4 ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 4 പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുക. കട്ട് ചെയ്ത് മാറ്റരുത്. അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെയും കട്ടിങ് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ചുകൂടെ ഗ്യാപ്പ് വിട്ടിട്ട് കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്നും അളന്ന് കൊടുക്കൊന്നും വേണ്ട. നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ ഇത്രയും ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത്രയും മറ്റോടത്തും കൊടുക്കണം എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ഇത് ഞാൻ ഫുള്ളായിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും ഒരു കട്ടിങ് കൂടെ കൊടുക്കാനുണ്ട്, അവിടെയും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പെറ്റൽസിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിവർത്തുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ എന്തിനാ ഫോൾഡ് ചെയ്തത്, നമുക്കിങ്ങനെ നേരെ കട്ടിങ് കൊടുത്തൂടെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വേറെ ഒന്നിനുമല്ല, നമുക്ക് ഏകദേശം എല്ലാ പെറ്റൽസും ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് കട്ടിങ് അങ്ങനെ കൊടുത്തിട്ട് ആ ഷേപ്പ് ഫുള്ളും അങ്ങനെ ചെയ്തിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ കട്ടിങ്ങിനും ഇതുപോലെ 2 ഭാഗത്തും ഒരു കേവ് ഷേപ്പ് കൊടുക്കുക. ഒരു എന്താ പറയുക പെറ്റൽസിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഷീറ്റ് മൊത്തം ലാസ്റ്റ് വരെ നമുക്ക് എല്ലാ പീസും ഇതുപോലെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ മൊത്തം ഇതുപോലെ പെറ്റൽസ് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അയൺ ബോക്സ് ചൂടാക്കി വെക്കണം. എന്നിട്ട് ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഷേപ്പ് ഇതുപോലെ അങ്ങ് ഗ്ലിറ്ററുള്ള ഭാഗമല്ല കേട്ടോ നമ്മൾ അയൺ ബോക്സ് മുട്ടിക്കുന്നത്, മറ്റേ സൈഡ് ഇതുപോലെ ഒട്ടിച്ചു വെക്കല്ല, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ചൂട് തട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടുത്തെ കത്രിക വെച്ചിട്ടൊക്കെ അമർത്തി പിടിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കലും നമ്മളെ കൈ ആ ഒരു ഷീറ്റുമ്മ വെച്ച് അങ്ങനെ അമർത്തി പിടിക്കരുത്. അഥവാ നമ്മുടെ കൈ ചിലപ്പോൾ ആ ഒരു അയൺ ബോക്സുമ്മ തട്ടിയാൽ ചിലപ്പോൾ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. ചെറിയ മക്കളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉമ്മമാരെ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും നിങ്ങൾ അബദ്ധം ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കുറച്ച് നല്ല നീളം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടി വരും. കാരണം നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല, അയൺ ബോക്സ് നല്ല ചൂടാണ്. അപ്പോൾ അത് ചെയ്തിട്ടെടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ അയൺ ബോക്സും ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ, പിന്നെ അയൺ ചെയ്യുമ്പോൾ ഡ്രസ്സ് നമുക്ക് ആവില്ല എന്നൊക്കെ. അതൊരിക്കലും ഇല്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്, ഒന്നും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് ജസ്റ്റ് അതിങ്ങനെ ചൂടാക്കിയാൽ അതങ്ങനെ നിന്നോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്ലിറ്ററുള്ള ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഷീറ്റ് മൊത്തം ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോം ഷീറ്റ് ആയാലും ഗ്ലിറ്റർ ഷീറ്റ് ആയാലും ഇങ്ങനെ കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ ചുരുങ്ങിയിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ അടർന്ന് നിൽക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടിയിട്ട് നിൽക്കുമായിരിക്കും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിരുന്നുണ്ട്. പിന്നെ ഗ്ലൂ പുറം വശത്തൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ, ഒരു വൃത്തികേടായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ ഇതുപോലെ അടർത്തിയിട്ട് ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ ഇത് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബാക്കി 3 ഷീറ്റും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഫ്ലവറാക്കി മാറ്റാം. അപ്പോൾ അതിൽ ഞാൻ 2 വലിയ ഫ്ലവറും പിന്നെ ബാക്കി 4 ചെറിയ ഫ്ലവറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി 4 ഉണ്ടാവാൻ കാരണം ഒരു ഷീറ്റ് നമ്മൾ പകുതി മുറിച്ചപ്പോൾ അത് ചെറിയ ഫ്ലവർ ആയതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലവർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വലുതാണെങ്കിൽ ഒരു ഷീറ്റ് മൊത്തം ചെയ്യാം, അങ്ങനെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഫ്ലവർ.
അപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിച്ച ഫ്ലവറിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ. ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഹെയർ ടൈ എടുത്തിട്ടുണ്ട്. ടുട്ടുവിന് വേണ്ടിയിട്ട് ഒരു ഹെയർ ടൈ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന്മേൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ വലിയ ഫ്ലവറാണ് ഇതിന് ഒട്ടിച്ച് കൊടുക്കുന്നത്. വയലറ്റ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ വയലറ്റ് ഞാൻ ഹെയർ ടൈ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഹെയർ ബെൻഡ് എടുക്കുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ബെൻഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്താണ് നമ്മൾ എപ്പോഴും ഫ്ലവർ വെച്ച് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് ഒരു ട്രെൻഡി ലുക്ക് കിട്ടുക. സെൻറ്ററിലൊക്കെ കൊടുത്താൽ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ചെറിയ 3 ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. 2 സൈഡിലും വയലറ്റ് കളറും സെൻറ്ററിൽ വൈറ്റ് കളറുമാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഹെയർ ടൈയും ഹെയർ ബെൻഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ സ്റ്റോറേജ് ബോക്സൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നമുക്കിതുപോലെ ഫ്ലവർ വെച്ച് ഡിസൈൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഫോം ഷീറ്റ് മേടിച്ചിട്ട് ഹെയർ ബാൻഡൊക്കെ മേടിച്ചിട്ട് അങ്ങനെ നമുക്ക് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. എന്നാലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. കീപ്